Hi everyone, welcome back. So romantic literature എന്താണെന്നുള്ളതും അതിന്റെ ബേസ് എന്താണെന്നുള്ളതും റൈറ്റേഴ്സ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ ഏതൊക്കെയാ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. സോ ഇന്ന് മുതൽ ഈ ഒരു യൂണിറ്റ് മുതൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് നോക്കാൻ പോകുന്നത്. സോ വിതൗട്ട് മച്ച് ഫർദർ അഡു ലെറ്റ്സ് ബിഗിൻ. 18th സെഞ്ചുറി എന്ന് പറയുന്നത്, അതായത് ഈ റൊമാൻറ്റിക് ഏജിന്റെ സമയം എന്ന് പറയുന്നത് അഗസ്റ്റിയൻ ടോപ്പോഗ്രഫിക്കൽ പോയിട്രിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിരുന്ന ഒരു സംഭവമായിരുന്നു ഈ അഗസ്റ്റിയൻ ടോപ്പോഗ്രഫിക്കൽ പോയിട്രി എന്ന് പറയുന്നത്. ഈ ടോപ്പോഗ്രഫിക്കൽ പോയിട്രി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടോപ്പോഗ്രഫി എന്ന് ഉദ്ദേശിക്കുന്ന സംഭവം തന്നെ. ദേ ടോക്ട് അബൌട്ട് ദ നാച്ചുറൽ സീനറി, അബൌട്ട് സ്പെസിഫിക് റൂറൽ സബ്ജക്ട് മാറ്റേഴ്സ്, ഗിവിംഗ് ജോണർ സ്കെച്ചസ് ആൻഡ് ബ്രീഫ് ഹിസ്റ്ററീസ് ഓഫ് റെസിഡന്റ് പീപ്പിൾ ആൻഡ് ദർ ലൈവ്ലിഹുഡ്. അതായത് ആ കാലഘട്ടത്തിലുള്ള സ്ഥലങ്ങൾ എന്തൊക്കെയാണ്, സ്പെസിഫിക്കലി വളരെ ഭംഗിയുള്ള നാച്ചുറൽ സീനറി ആയിട്ടുള്ള സ്ഥലങ്ങൾ, അവിടെ താമസിക്കുന്ന ആൾക്കാർ, അവർ താമസിക്കുന്ന രീതി, അല്ലെങ്കിൽ അവിടുത്തെ ലാൻഡ് എങ്ങനെയാണ്, അവിടുത്തെ വർക്കിംഗ് എങ്ങനെയാണ്, ലൈവ്ലിഹുഡ് എങ്ങനെയാണ്, ഇതിനെയൊക്കെ വർണ്ണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ വളരെയധികം ബ്യൂട്ടിഫുള്ളി ആക്കി പറഞ്ഞത് കൊണ്ട് ടോപ്പോഗ്രഫിക്കൽ പോയിട്രി ഈ കാലഘട്ടത്തിൽ വളരെ ഫേമസ് ആയിരുന്നു. വൺ സച്ച് എ റൈറ്റർ who was famous for this genre is George Crabbe. And George Crabbeന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. We are going to talk about George Crabbe and his village book part 1. So we are going to introduce the background of George Crabbe and his famous book, the village book part 1, its critical appreciation and response, and we are going to analyze the poem too. 18th സെഞ്ചുറിയിലുള്ള ടോപ്പോഗ്രഫിക്കൽ പോയിറ്റ് ആയിട്ട് ഈ നമ്മൾ ജോർജ് ക്രാബിനെ കമ്പയർ ചെയ്യുമ്പോൾ ദ വൺ തിങ് ദാറ്റ് മേക്സ് ഹിം ഡിഫറെന്റ് ഇസ് ദ ഫാക്ട് ദാറ്റ് ഹി ഡസന്റ് നെയിം ദ പ്ലേസ് വെയർ ഹി ഈസ് റൈറ്റിംഗ് അബൌട്ട്, അല്ലെങ്കിൽ വില്ലേജിന്റെ സ്ഥലത്തിന്റെ പേര് അദ്ദേഹം കൊടുക്കുന്നില്ല. യൂഷ്വലി ഇങ്ങനത്തെ പോയിട്രി ചെയ്യുന്ന സമയത്ത് വില്ലേജിന്റെ പേര് കൊടുക്കും. ജോർജ് ക്രാബ് ഇസ് ക്വൈറ്റ് ഡിഫറെന്റ് ഇൻ ദാറ്റ് ആസ്പെക്ട്. ഹി ഡസന്റ് നെയിം ദ പ്ലേസ്, ഏതാണ് പ്ലേസ് എന്നുള്ളത് അദ്ദേഹം പറയുന്നില്ല. ഈ പോയം ദ വില്ലേജ് ബുക്ക് പാർട്ട് 1 ടോട്ടൽ 246 ലൈൻസ് ഉണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് ലോങ് ആൻഡ് യു ഡോണ്ട് നീഡ് ടു ദ ഹാപ്പി ന്യൂസ് ഇസ് യു ഡോണ്ട് നീഡ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദ പോയം ലൈൻ ബൈ ലൈൻ. ഓരോ ലൈനും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അതിന്റെ സമ്മറിയും അതിന്റെ അനാലിസിസും മാത്രം നോക്കിയാൽ മതി. SLത്തിൽ നിങ്ങൾ നോക്കിയാലും വളരെ കുറച്ച് കോട്ട്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ വി വിൽ ബി ടുഡേ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ സമ്മറി റാദർ ദാൻ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ. സോ ഈ പോയത്തില് ക്രാബ് ആക്ച്വലി എന്താണ് ചെയ്യുന്നത്? യൂഷ്വലി ആ കാലഘട്ടത്തിലുള്ള എല്ലാ പോയിട്രിയിലും ഈ പാസ്റ്ററൽ ലാൻഡ്സിന് വളരെയധികം ഭംഗിയിൽ, അതായത് ഈ റൂറൽ ആയിട്ടുള്ള ഏരിയ ഒക്കെ വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഏർബൻ ആയിട്ടുള്ള ഏരിയ ഒക്കെ ഭയങ്കര നാശമുള്ള സ്ഥലങ്ങളാണ്. ശരിക്കും ഏർബനിൽ താമസിക്കുന്ന ആൾക്കാർ, സിറ്റി താമസിക്കുന്ന ആൾക്കാർ തിരിച്ച് വില്ലേജിൽ വരണം, അവിടെ മാത്രമേ പീസ് ഉള്ളൂ, അവിടെ മാത്രമേ ശാന്തതയുള്ളൂ എന്നുള്ള രീതിയിൽ കാണിക്കുന്ന പോയിട്രി ആയിരുന്നു. ക്രാബ് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്താണ് ആക്ച്വലി വില്ലേജസിലുള്ള റിയാലിറ്റി, അവിടെ വളരെ ബുദ്ധിമുട്ടാണ്, അവിടെ വളരെ ഹാർഷ് ആയിട്ടുള്ള ഒരു ലൈവ്ലിഹുഡ് ആണ് എന്ന് കാണിച്ചുകൊണ്ട് പോയംസ് എഴുതിയിരുന്ന ഒരാളാണ്. ഈ പോയം, അതായത് ദ വില്ലേജ് എന്ന് പറയുന്ന ഈ പോയം ഗോൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞ വേറൊരു റൈറ്റർ എഴുതിയ ദ ഡെസേർട്ടഡ് വില്ലേജ് എന്ന് പറഞ്ഞ ഒരു ജോർജിക്സിന്റെ ആൻസർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഓബേൺ എന്ന് പറഞ്ഞൊരു വില്ലേജിനെ വളരെ ഗ്ലോറിഫൈ ചെയ്ത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരൊക്കെ വളരെ സുഖത്തിലാണ് ജീവിക്കുന്നത്, കാരണം അത്രയും ശാന്തതയുള്ള ഒരു സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയ ഒരു ജോർജിക്സിന്റെ ആൻസർ ആയിട്ടാണ് ക്രാബ് ആക്ച്വലി ദ വില്ലേജ് എന്ന് എഴുതിയത്. ഈ ജോർജിക്സ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ പോയംസ് ഓർ ബുക്സ് ഡീലിംഗ് വിത്ത് അഗ്രികൾച്ചർ ഓർ റൂറൽ ടോപ്പിക്സ് വിച്ച് കോമൺലി ഗ്ലോറിഫൈസ് ഔട്ട്ഡോർ ലേബർ ആൻഡ് സിമ്പിൾ കൺട്രി ലൈഫ്. അതായത് ഈ പാടങ്ങളിലൊക്കെ പോയിട്ട് വീടിന്റെ പുറത്ത് കൃഷിയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ജോലികളെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് കൺട്രി ലൈഫ്, അതായത് വില്ലേജിലൊക്കെ താമസിക്കുന്ന ഗ്രാമവാസം ഒക്കെ വളരെ നല്ലതാണ് എന്നുള്ള രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യുന്ന പോയത്തിനെയാണ് നമ്മൾ ജോർജിക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ജോർജിക്സിനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദ വില്ലേജ് എന്നുള്ള വർക്ക് നമ്മുടെ ക്രാബ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും ഈ വില്ലേജ് ബുക്കിൽ ഈ വില്ലേജ് എന്നുള്ള ഒരു പോയം വളരെ ഡിപ്രസിംഗ് ആയിട്ടുള്ള ഒരു ടോണിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. കാരണം ഗ്ലോറിഫൈ ചെയ്യല്ല നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, വില്ലേജ് ലൈഫിന് ഗ്ലോറിഫൈ ചെയ്യല്ല. അപ്പൊ അറ്റ് ദ സെയിം ടൈം എന്തായിരിക്കും? മോസ്റ്റ് പ്രോബബ്ലി ഡിപ്രസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. അതുപോലെ തന്നെ ഈ പോയം എന്ന് പറയുന്നത് അതിന്റെ ടോൺ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഡിപ്രസിംഗ് ടോൺ ആണ്. സോ നൗ ലെറ്റ് us മൂവ് ഓൺ ടു ദ പോയം. സോ സെക്ഷൻ ബൈ സെക്ഷൻ നമുക്ക് ഈ പോയം എന്താ പറയുന്നത് എന്നുള്ളത് നോക്കാം. സോ ദ എക്സ്പ്ലനേഷൻ ഗോസ് ആസ് സച്ച്. ഫസ്റ്റ് സെക്ഷനിൽ ക്രിറ്റിസിസം ഓൺ പോയറ്റിക് ഇമാജിനേഷൻ ആണ് നടത്തുന്നത്. അതായത് the first section contains 7 stanzas and deals with the
futility and falsification of romantic pastorals in the face of harsh conditions of life. The poet starts the poem by saying, ഇത്രയും കാലം ആൾക്കാരൊക്കെ വളരെയധികം റൊമാൻറ്റിസൈസ് ചെയ്തു എന്തിനെ, ഈ പാസ്റ്ററൽ ലൈഫിനെ, ഈ വില്ലേജസിലുള്ള ജീവിതം, അതിലുള്ള ജോലിയൊക്കെ വളരെ നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വന്നിട്ടുള്ളത് എന്ത് പറയാൻ വേണ്ടിയിട്ടാണ്? അതല്ല, ആക്ച്വലി എന്താണ് വില്ലേജ് ലൈഫ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത്രയും കാലം വന്ന ആൾക്കാർക്ക് ആ ഒരു റിയാലിറ്റി കാണിക്കാൻ ധൈര്യമില്ല, പക്ഷെ എനിക്ക് ആ ധൈര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയിട്രി തുടങ്ങുന്നത്. He talks about what harsh conditions these people live through. The poem starts by talking about the poor farmers. ഫാമേഴ്സിനെ പറ്റിയിട്ട് എന്താണ് പറയുന്നത്? അദ്ദേഹം പറയാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഈ ഫാമേഴ്സ് താമസിക്കുന്നത്. ആൻഡ് അവർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫ് വെച്ചിട്ട്. ബട്ട് ദ പ്രോബ്ലം ഇസ് പോവർട്ടിക്ക് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ അവിടെ ഒന്നും നടക്കുന്നില്ല. വർക്ക് ചെയ്യാൻ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ പോവർട്ടി അധികവും മാറുന്നില്ല. ഇന്നത്തെ കാലത്തെ പോയംസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അവരുടെ ജീവിതാവസ്ഥ കണ്ട് പോയറ്റ്സിന് ആക്ച്വലി അവരുടെ നിന്ന് ഇൻസ്പിറേഷൻ ഒന്നും ഇനി കിട്ടുന്നില്ല. നമുക്ക് ഒരു ജോജിക്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലോറിഫിക്കേഷൻ നടത്താനുള്ള കൺട്രീസ് ആയിട്ടൊന്നും ഇപ്പൊ നമ്മൾ കാണുന്നില്ല. എന്നിരുന്നാലും ഇന്നത്തെ പോയറ്റ്സ് വളരെയധികം അങ്ങനത്തെ പോയട്രിയിലേക്ക് തന്നെ എഴുതാണ്. അവർ റിയാലിറ്റി അല്ല എഴുതുന്നത്, അവർ ഗ്ലോറിഫൈ ചെയ്യാണ്. കാരണം ഇന്നത്തെ ഈ പാസ്റ്ററൽസിൽ താമസിക്കുന്ന ഫാമേഴ്സ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. നമ്മൾ അധിക പോയറ്റിലും നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട് പോയറ്റിനെ ഫാമറായിട്ട് കണക്ട് ചെയ്യുന്നത്. ആൻഡ് ക്രാബ് സെസ് ദാറ്റ് ഇസ് റൈറ്റ്. ഒരു പോയറ്റിനെ പോലെ തന്നെയാണ് ഒരു ഫാമർ. ഹി ടോയിൽസ് ഹാർഡ്. വളരെയധികം വർക്ക് ചെയ്താൽ മാത്രമേ ആ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു പാടത്തിൽ നിന്ന് അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ടൊരു പേപ്പറിൽ പോയം ഉണ്ടാകുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ കൃഷി ചെയ്യുന്ന ആ ഒരു ഇത് ഉണ്ടാവുള്ളൂ. ബട്ട് ഇവിടെ പ്രോബ്ലം എന്താണ്? നമുക്ക് ഒരിക്കലും പോയറ്റിന്റെ ലൈഫ് സ്റ്റൈലും പോയറ്റിന്റെ ജീവിത സാഹചര്യങ്ങളെയും ഒരു ഫാമറിന്റെ സാഹചര്യങ്ങൾ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഒരു പോയറ്റിനെ പോലെയല്ല, ബട്ട് ഹി വർക്ക്സ് റിയലി ഹാർഡ്. ഫാമറും ഈ ഫാമേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാസ്റ്ററിൽ അല്ലെങ്കിൽ ഈ വില്ലേജ് ഏരിയസിൽ താമസിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് വളരെയധികം കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പേരിൽ തന്നെ എഴുതുന്ന പോയംസ് വായിക്കാൻ പോലും ഇവർക്ക് സമയമില്ല. കാരണം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പഠിക്കാനും പറ്റിയിട്ടില്ല, ലിറ്ററസിയും ഇല്ല, വായിക്കാനും അറിയില്ല. അതുകൊണ്ട് തന്നെ ആ പോയത്തിൽ നിന്നൊരു പ്ലഷർ എടുക്കാനുള്ള അവസ്ഥയും അവിടെ ഫാമേഴ്സിന് ഉണ്ടാവാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒരു പോയറ്റിനെ ഒരു ഫാമറിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആകെ ആ ഒരു പ്രോസസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് അണ്ടർലൈങ് ആയിട്ടുള്ള കുറെ ഫാമിലി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എക്കണോമിക് സിറ്റുവേഷൻസ് ഒന്നും വെച്ച് നമുക്ക് ഒരിക്കലും ഫാമറിനെ ഒരു പോയറ്റ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ദ ഫാമർ വർക്ക്സ് മച്ച് മോർ എന്നാണ് പറയുന്നത്. Now the section 2 talks about the landscape and the topography. They talk about the arid and harsh landscape. Here the poet talks about how these farmers work. എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നത്? ചുട്ടുപൊള്ളുന്ന വെയിലത്താണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഇവർ ഈ പോയറ്റ്സ് ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ ഒന്നും തന്നെ ഇല്ല. വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പണിയെടുക്കുമ്പം ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. അത് ആ ഒരു ഇതില് അത് മര്യാദക്ക് കിട്ടുന്നുണ്ടോ? അതും ഇല്ല. പോവർട്ടി മാറുന്നുണ്ടോ? അതും ഇല്ല. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് അവരവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതിനെ കുറിച്ചൊന്നും ആരും എഴുതുന്നില്ല. ഈ വർക്ക് വളരെ ഗ്ലോറിഫൈ ചെയ്തിട്ട് മാത്രമേ ആൾക്കാർ എഴുതുള്ളൂ. ഇതിൽ വളരെ കാംനെസ് ഉണ്ട്, നേച്ചറിനോട് അടുത്ത് വർക്ക് ചെയ്യാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് എഴുതുന്നത്. അതല്ലാതെ അവർ എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് ഒരു പോയിറ്റും എഴുതുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. The poet compares the journey of the farmers to the journey of Greek heroes. ഗ്രീക്ക് ഹീറോസ് എങ്ങനെയാണ് ഭൂമി കീഴടക്കിയത്, ആ ഒരു ജേർണി പോലെ തന്നെയാണ് ഫാമേഴ്സിന്റെ ജേർണിയും എന്നുള്ളതാണ് പോയിറ്റ് പറയുന്നത്. ബട്ട് ദേ ആർ വർക്കിംഗ് സോ ഹാർഡ്. ആൻഡ് അവർക്ക് വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ വെതറാണ്. വെതറും അവരെ സ്യൂട്ട് ചെയ്യുന്നില്ല. അവർ എത്രത്തോളം വർക്ക് ചെയ്തോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വെതർ പോകുന്നത്. ആൻഡ് അത്രയും കാലം അവർ വർക്ക് ചെയ്തൊക്കെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ക്ലൈമറ്റ് കാരണം അല്ലെങ്കിൽ ഈ ഒരു ടോപ്പോഗ്രഫി കാരണം. ബട്ട് ഇതിന്റെ ഒരു ഐറോണിക് കാര്യം എന്താന്ന് വെച്ചാൽ ആ ആൾക്കാർ, അതായത് ഈ ഫാമേഴ്സ് ഇവിടെ നിന്ന് വിട്ടുപോകുന്നില്ല എന്നുള്ളതാണ്. ഈവൻ ദോ ദേ നോ ദാറ്റ് ദർ ഇസ് നോ ഓപ്പർച്യൂണിറ്റി, അവർക്ക് ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് അറിഞ്ഞാൽ പോലും ഇവിടെ നിന്ന് ആൾക്കാർ മൂവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആൾക്കാർ അവരുടെ ഈ ഒരു സ്ഥലം വിട്ട് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിലേക്ക് പോകുന്നില്ല. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഫാമേഴ്സ് അവർ വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് അസുഖം വന്ന് മരിക്കുമ്പോൾ അവരുടെ അടുത്ത് ആരും ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ അവരെ നോക്കാനൊന്നും ആരും ഇല്ലാതെ അവർ മരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സെക്കൻഡ് സെക്ഷനിൽ പറയുന്നത്. Now when we move on to the third section, they talk about the village inmates. They talk about how the exploitation of the village is done by rude and depraved people. ഈ ഒരു തേർഡ് സെക്ഷനിൽ എങ്ങനെയാണ് ഇവരുടെ ഈ അവസ്ഥയെ ബാക്കിയുള്ള ആൾക്കാർ ദുരുപയോഗം ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇവർ പറയുന്നുണ്ട്, ഈ പോയത്തിന്റെ സെക്കൻഡ് സെക്ഷനിൽ പറയുന്നുണ്ട് ഇവർക്ക് കുറെ അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്.
ആൻഡ് ഈ അസുഖങ്ങൾ വരുന്ന സമയത്ത് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞ് റിലീജിയൻ വഴിയാണെങ്കിലും മെഡിസിൻ വഴിയാണെങ്കിലും കുറെ ആൾക്കാർ ഇവരെ അതിലൂടെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൽ നിന്ന് ആകെ അവർക്കൊരു സമാധാനം എന്ന് പറയുന്നത് മരണം തന്നെയാണ്. ഡെത്ത് എന്നുള്ളതാണ് ഇവർക്ക് അതിലുള്ള ആകെ ഉള്ളൊരു ആശ്വാസം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഡെത്തിൽ പോലും അവർക്ക് സമാധാനം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത്. ദ പോയറ്റ് സേസ് ദാറ്റ് അവിടെയുള്ള ഒരു എൽഡർലി ആയിട്ടുള്ള ഒരാൾ അസുഖം കാരണം മരിച്ചു. അയാളെ കുഴിച്ചിടാൻ വേണ്ടിയിട്ടുള്ള റിച്വൽസ് നടത്താൻ വേണ്ടി അവിടുത്തെ ചർച്ചിലെ പാസ്റ്ററിനെ വിളിച്ചപ്പം ഹി ഡിഡ് നോട്ട് കം എന്നാണ് പറയുന്നത്. ബിക്കോസ് ഹി ഡസന്റ് കെയർ. ഹി ഫീൽസ് ലൈക്ക് ദർ ആർ മോർ ഇമ്പോർട്ടന്റ് വർക്ക് ടു ഡു. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം വരില്ല. അപ്പം ഒരിക്കലും ഈ ഫാമേഴ്സിന്റെ ലൈഫിൽ അല്ലെങ്കിൽ ഈ പാസ്റ്ററൽ ലൈഫിലുള്ള ആൾക്കാരുടെ ലൈഫിൽ ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. ഈ ദുരിതങ്ങൾ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും എന്നുള്ള പോയിന്റിലൂടെയാണ് ഈ പോയം അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു പോയം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു റൊമാൻറ്റിക് പോയിട്രി നേച്ചറിനെ ഗ്ലോറിഫൈ ചെയ്ത്, പാസ്റ്ററൽ ലൈഫിനെ ഗ്ലോറിഫൈ ചെയ്ത്, ഇമാജിനേഷൻ ഇമോഷൻസിനെ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്ന ഒരു പോയിട്രീനെ എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്തത് കൊണ്ടാണ് അദ്ദേഹം ഈ പോയിട്രി ഒക്കെ എഴുതുന്നത് അല്ലെ. ഈ ഒരു അത്രയും കാലം പറഞ്ഞിരുന്ന പാസ്റ്ററൽ ലൈഫ് വളരെ നല്ലതാണ്, വില്ലേജിലെ ലൈഫ് നല്ലതാണെന്ന് പറയുമ്പോൾ ഒരു റൈറ്ററും അതിലുള്ള ഹാർഷ് റിയാലിറ്റി പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിട്ടിസൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ക്രിട്ടിക്സ് സേ ദാറ്റ് നമ്മൾ ക്രാബിന്റെ പോയും അതേപോലെ തന്നെ ഗോൾഡ് സ്മിത്തിന്റെ പോയും അടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ദ മെയിൻ ഡിഫറൻസ് ഇസ് ദാറ്റ് ക്രാബ് എന്ന് പറയുന്ന റൈറ്റർ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണ്, വേർ ഗോൾഡ് സ്മിത്ത് വളരെ പോയറ്റിക് ആയിട്ട് ഇമാജിനേഷൻ ഒക്കെ ഉപയോഗിച്ച് എഴുതുന്ന ഒരാളാണ്. സോ ഇന്ന് നമ്മൾ ക്രാബിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദ വില്ലേജ് എന്നുള്ള ബുക്ക് ഫസ്റ്റിനെ പറ്റിയും നോക്കി. We talked about its explanation and critical responses. As I always say, try to read the poem. Even though it's 265 lines, I would prefer that you read the poem a little bit. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പ്ലനേഷൻ അറിയുന്നതുകൊണ്ട് മേ ബി പോയം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ബട്ട് ഇഫ് യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ആൻഡ് ഡീമോട്ടിവേറ്റിംഗ്, ഇറ്റ്സ് ഫൈൻ. സമ്മറി അറിഞ്ഞിരുന്നാലും മതി. I'll see you in the next video with more poems. Bye.